ഈ മമ്മൂട്ടിയുടെ സിനിമ, മമ്മൂട്ടിയുടെ കളങ്കാവിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് ഒരുപാട് താല്പര്യമാണ്. പക്ഷെ തിരക്ക് കാരണം എനിക്ക് കാണാനായിട്ട് ഇന്നലെ സാധിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റിവ്യൂ ഇത്ര വൈകിയത്. ഞാൻ പറയട്ടെ, മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അയാളൊരു ഭീകര നടനാട്ടാണ്. നമ്മുടെ മലയാളത്തിൻ്റെ മൂത്ത അദ്ദേഹം ഇമേജ് നോക്കാണ്ട് ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാന്ന് വെച്ചാൽ അത് മമ്മൂട്ടിക്ക് മാത്രമേ സാധിക്കൂ. ഇപ്പം ഇങ്ങനെയുള്ളൊരു കഥാപാത്രം മോഹൻലാലിൻ്റെ അടുത്തൊരു സംവിധായകൻ കൊണ്ടുചെന്ന ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ ബാനറിൽ ഈ സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട. മോഹൻലാൽ ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് എടുക്കില്ല. അപ്പം തന്നെ മൂപ്പര് പറയും റിജക്റ്റ് ചെയ്യും, എനിക്ക് വേണ്ട, എനിക്ക് ഈ കഥാപാത്രമേ വേണ്ട എന്ന് പറയും. കാരണം എന്തുണ്ട്, ഇമേജിനെ പേടിയുണ്ട് ലാലേട്ടന്. അതേ സ്ഥാനത്ത് ഇമേജിനെ പേടിക്കാത്ത നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും 100 വയസ്സ് വരെ കക്കാതെ ജീവിച്ചാലും 100ാമത്തെ വയസ്സിൽ കട്ടാൽ കള്ളെന്നാണ് പേര്. അതേപോലെ തന്നെ മമ്മൂട്ടി ഇപ്പോൾ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും ഭാഷകളിൽ പോയി അഭിനയിച്ചു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കഥാപാത്രം വന്നപ്പോൾ അത് തിരഞ്ഞെടുത്തു. ഈ സിനിമ തമിഴ്നാട്ടിലും കന്നഡയിലും തെലുങ്കിലും സകല ഭാഷയിലും പോവും. അവിടെയൊക്കെ മമ്മൂട്ടിനെ കുറിച്ച് ആരെന്ത് ചിന്തിക്കുമെന്നുള്ളത് ചിന്തിക്കാണ്ട് ആ കഥാപാത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആ കഥാപാത്രമായിട്ട് മമ്മൂട്ടി ജീവിക്കുക ചെയ്തത്. എനിക്ക് 2ാമത് പ്രാവശ്യം കാണാനായിട്ട് ആഗ്രഹമുള്ള ഒരു പടമാണ് ഈ മമ്മൂട്ടിയുടെ സിനിമ. മമ്മൂട്ടി എന്തായാലും ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. ഒരു ഭാഗത്തും ആദ്യം തൊട്ട് അവസാനം വരെ മമ്മൂട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കൃത്രിമത അതിൽ കാണിച്ച് മമ്മൂട്ടീനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മമ്മൂട്ടിയാണെന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒന്ന് ചേഞ്ച് വരുത്താനോ ആ സംവിധായകനോ ആ തിരക്കഥയിലോ കണ്ടില്ല ഞാൻ. അപ്പോൾ അത്രയും മമ്മൂട്ടിക്ക് ആ കഥാപാത്രത്തിൻ്റെ അവിടെ നീതി പുലർത്താനും ആ കഥാപാത്രമായിട്ട് ജീവിക്കാനും ആ കഥാപാത്രമായിട്ട് മരിക്കാനും തയ്യാറായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് മാറി. ഗ്രേറ്റ് മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിക്ക് പകരം വയ്ക്കാനായിട്ട് മലയാളത്തിൽ ഇനി ഒരാളില്ല എന്ന് പറയും. അത്രയും ചങ്കൂറ്റത്തോട് കൂടിയിട്ടാണ് മമ്മൂട്ടി ഈ കഥാപാത്രത്തെ ഏറ്റെടുത്തതും വിജയിപ്പിച്ചതും. പക്ഷേ പല ആൾക്കാരും സ്ത്രീകൾ എന്തൊക്കെ വിചാരിക്കും, സ്ത്രീകൾക്ക് മമ്മൂട്ടിയോടുള്ള സ്നേഹം പോവോ, അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതല്ല മമ്മൂട്ടീനെ, ഇങ്ങനെ സ്ത്രീകളെ കൊണ്ടുവന്ന് ഇതുപോലെ നശിപ്പിച്ച് കൊല്ലുമ്പോൾ സ്ത്രീകൾ മമ്മൂട്ടിക്ക് എതിരാവോ എന്നുള്ളൊരു ചിന്തയൊന്നും മമ്മൂട്ടിക്കില്ല. അതാണ് നടൻ, അവനാണ് താരം, അവനാണ് ഇൻഡസ്ട്രിയിലത്തെ ഏറ്റവും കയ്യടി വാങ്ങുന്ന നടൻ മമ്മൂട്ടിയാണ്. അത് എനിക്ക് നിസ്സംശയം പറയാം. കാരണം എന്താ വെച്ചാൽ ഇങ്ങനൊരു ചലഞ്ച് ഏറ്റെടുത്ത മമ്മൂട്ടി എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏത് റോളും, വില്ലൻ റോളായാലും നായകൻ റോളായാലും ഇനിയിപ്പോൾ കൊമേഡിയനായാലും അതുപോലെ തന്നെ എല്ലാ റോളും സുരക്ഷിതമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, അവസാനത്തെ തെളിവാണ് ഈ സിനിമ. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത്രയും ഗ്രാൻഡ് സിനിമയാണ് മമ്മൂട്ടിയുടെ.